Gowri, pathologist and director of Dane Diagnostics, Palakkad. Diabetes കൊണ്ട് ആരെങ്കിലും മരിക്കൂ? ഇല്ല. ഡയബറ്റീസ് കൊണ്ട് ആരും മരിക്കില്ല. പക്ഷെ പിന്നെന്താ ഉണ്ടാവുക? ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻസ് കൊണ്ടാണ് മരിക്കുക. എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും? എങ്ങനെയാണ് ഡയബറ്റീസ് നമ്മളെ എഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്നത്? അടിതൊട്ട് മുടിവരെ എന്ന് വേണമെങ്കിൽ പറയാം. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഡയബറ്റീസ് ആക്രമിക്കും. എങ്ങനെയാണത്? നമ്മുടെ ശരീരത്തിൽ ഒരളവ് വരെ ഷുഗർ ആവശ്യമാണ്. എന്നുവെച്ചാൽ ഷുഗർ ഇല്ലാണ്ട് നമ്മുടെ കോശങ്ങൾക്ക് നിലനിൽപ്പില്ല. ആ ഷുഗറിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ശരീരം തന്നെ ഒരു ഫാക്ടറിയാണെന്ന് നമുക്കറിയാലോ. ശരീരത്തിലെ ലിവറൊക്കെ ഒരു ഫാക്ടറിയാണ്. അത് പോയിട്ട് കൺവേർട്ട് ചെയ്യും, അതിനെ മാറ്റും. ഈ ആവശ്യമില്ലാത്ത ഷുഗറിനെ ഒരു സിമെന്റ് മാതിരിയുള്ള ഒരു കട്ടയായിട്ട് മാറ്റും. അത് കൊണ്ടുപോയിട്ട് എല്ലാ രക്തക്കുഴലിലും പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മൾ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണ മാതിരി, അല്ലെങ്കിൽ നമ്മൾ ഭണ്ഡാരത്തിൽ പൈസ ഇടുന്നു, അമ്പലത്തിലോ പള്ളിയിലോ ഇടുന്നു വെച്ചോ, നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. അതുമാതിരിയാണ് ഈ ഷുഗർ. സിമെന്റ് മാതിരിയുള്ള ഷുഗറിന്റെ കോമ്പൗണ്ട് ആയിട്ട് നമ്മുടെ രക്തക്കുഴലുകളിൽ അടയും. അത് സ്ലോലി രക്തക്കുഴൽ ഇങ്ങനെ അടങ്ങിയിരിക്കും. ആ അടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ബ്ലോക്ക് ആവും. അങ്ങനെയാണ് നമുക്ക് കോംപ്ലിക്കേഷൻ വരുന്നത്. നമ്മുടെ തലച്ചോറിലെ രക്തക്കുഴല് ബ്ലോക്ക് ആവുമ്പോഴാണ് ഒരു ഭാഗം സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം അല്ലെങ്കിൽ ഒരു ഭാഗം തളരുക, തലച്ചോറ് പോയി. പിന്നെ എഫക്ട് ചെയ്യുക കണ്ണിനാണ്. കണ്ണിലെ രക്തക്കുഴലിൽ എഫക്ട് ചെയ്യും. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് എന്ന്, അത് പ്രായമാകുമ്പോഴാണ് വരിക. നമുക്ക് കണ്ണിന്റെ കാഴ്ച കുറയപ്പോഴാണ് ഒരു 45 വയസ്സാവുമ്പോഴാണ്. ആ 45 വയസ്സാകുമ്പോൾ നമ്മളിപ്പോ എന്താ ചെയ്യുക? നമുക്ക് ഒന്നിനും ജീവിതത്തിൽ ഒന്നിനും സമയമില്ല. ഉണ്ടോ? ഇല്ല. നമ്മൾ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യും? അടുത്തുള്ള ഒരു ഓപ്റ്റിക് ഷോപ്പ് പോയിട്ട് നമ്മൾ ഒരു കണ്ണട വാങ്ങും. ഇട്ടു ഒരു 15 അല്ലെങ്കിൽ ഒരു 2 മാസം നമുക്ക് ക്ലിയർ വിഷൻ, പിന്നെയും വാങ്ങാൻ തുടങ്ങി. ഉടനെ നമ്മൾ തീരുമാനിച്ചു ഈ ഷോപ്പിന്റെ പ്രശ്നം കൊണ്ടാണ് എന്ന് പറയും, നമ്മൾ അടുത്ത ഷോപ്പ് പോകും. അല്ല, ശരിക്കും വേണ്ടത് നമ്മളൊരു ഒഫ്തൽമോളജിസ്റ്റിനെ കാണുകയും കണ്ണില് ഒരു ഡ്രോപ്പ് ഒഴിച്ചിട്ട് കണ്ണിന്റെ ഉൾവശം നോക്കണം. ഉൾവശം നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും രക്തക്കുഴലിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന്. അതൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ചിലപ്പോൾ എന്തുണ്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രക്തക്കുഴലാണ് കണ്ണിന്റെ ഉള്ളത്, അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് നമുക്ക് വിഷൻ പോകും. അപ്പൊ അത് രണ്ടാമത് അതാണ്. മൂന്നാമത് ഹാർട്ടിനെ എഫക്ട് ചെയ്യുമ്പോഴും ബ്ലോക്ക് ആവുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും. ഇവിടെ എന്താ പ്രത്യേകിച്ച് വെച്ചാൽ നമുക്കൊരു അസ്വാസ്ഥ്യം ഉണ്ടാവുക ചെയ്യാം. നമ്മള് നെഞ്ഞ് വേദന ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്തുണ്ടാവും? ഒരു അസ്വാസ്ഥ്യം ഉണ്ടാവും. ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. പുറമെ നമുക്ക് വേർപ്പ് വരും. ഉടനെ നമ്മൾ തീരുമാനിക്കും നമ്മൾ നടന്നിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഫാൻ ഇല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഡോക്ടറെ സമീപിക്കില്ല. ഒരു രാത്രിയും അസ്വാസ്ഥ്യം ഉണ്ടാകുമ്പോഴായിരിക്കും നമ്മൾ ഡോക്ടറെ അടുത്ത് പോവുക. അതാണ് ഹാർട്ടിന്റെ പ്രശ്നം. പിന്നെ അടുത്ത ആളാണ് കിഡ്നി അല്ലെങ്കിൽ വൃക്ക. അവിടെയാണ് നമ്മൾ കുറച്ച് സൂക്ഷിക്കേണ്ടത്. എനിക്ക് അത്യാവശ്യം പ്രായമായി. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഡയാലിസിസ് എന്നുള്ള ഒരു വാക്ക് കേട്ടത് പണ്ട് ജയപ്രകാശ് നാരായണന് ഡയാലിസിസ് ചെയ്തു ബോംബെയില് എന്നുള്ളത് പത്രത്തിൽ കൂടി മാത്രമാണ്. ഇന്ന് ഇവിടെ ജനിച്ചു വീഴുന്ന കുട്ടിക്ക് വരെ അറിയാം ഡയാലിസിസ് സെന്റേഴ്സ് എത്ര എണ്ണം ഉണ്ട്, എവിടെയൊക്കെ ഉണ്ട്, എന്തിനാണ് ഡയാലിസിസ് ചെയ്യണം. നിങ്ങൾ ഡയാലിസിസ് സെന്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അവിടെ വരുന്ന 90% രോഗികളും ഡയബറ്റിക് പേഷ്യൻസ് ആണ്. എന്തുകൊണ്ട്? കിഡ്നി അഫക്റ്റഡ് ആയി. നമ്മുടെ വയറൊരു വലിയ സാധനമാണ് അല്ലെ. അത് എത്ര വീർത്താലും കുറേ വീർത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ നമുക്ക് എന്തോ അസുഖം ഉണ്ടെന്ന്. ഇല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കും അത് ഭക്ഷണം കഴിച്ചിട്ടാണ്, ഞാൻ വർക്ക് ചെയ്യാനിട്ടാണ്, ഞാൻ നടക്കാനിട്ടാണ് എന്ന്. കിഡ്നി സ്ലോ ആയിട്ട് ഇതേമാതിരി കിഡ്നിയിലേക്കുള്ള രക്തക്കുഴലുകൾ അടങ്ങി അത് ബ്ലോക്ക് ആവുമ്പോൾ കിഡ്നി ഫെയിലിയർ ആവും. ഇത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിയാറ്റിനിൻ എന്നുള്ള ലെവലിലെ ഒരു ബ്ലഡ് ടെസ്റ്റ് കൂടുതലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 കിഡ്നികളുണ്ട്. ഈ 2 കിഡ്നിയുടെയും 90% നശിച്ചാൽ മാത്രമേ ക്രിയാറ്റിനിൻ കൂടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മുടെ വീട്ടിലെ ഒരു വലിയ പൈപ്പ് കേടുണ്ടെങ്കിൽ നമ്മൾ അവസാനം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ പൈപ്പ് മൊത്തം മാറ്റണം. നേരെ മറിച്ച് ആദ്യം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയ ഒരു പണി കൊണ്ട് നമുക്ക് ആ പൈപ്പ് തിരിച്ചെടുക്കാൻ പറ്റും. അതേമാതിരി കിഡ്നി ഫെയിലിയർ ആവണം, ക്രിയാറ്റിനിൻ കൂടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കിഡ്നി ഫെയിൽ ചെയ്തോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറേ മൂത്രത്തിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും, പ്രോട്ടീൻ നോക്കാൻ പറ്റും. അത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി എവിടെയുണ്ട് എങ്ങനെയാണ് എന്നറിയാം. അടുത്തത് കാലിലെ വിരലുകൾ. നമുക്ക് പലപ്പോഴും കാല് മുറിച്ചു, അവിടെ മുട്ടിന്റെ മുകളിൽ മുറിച്ചു, തൊടയുടെ അവിടെ മുറിച്ചു, കാലിലെ വിരല് പോയി. എന്താ കാരണം? കാലിലെ രക്തക്കുഴലുകൾ തളർന്നു.
അതും ബ്ലോക്കായി ഈ ഡയബറ്റീസിന്റെ ആ കോമ്പൗണ്ട് കാരണം. അപ്പൊ നമുക്ക് വേദന അറിയില്ല, നമ്മളുടെ കാല് മുറിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം, ഞാൻ ഡയബറ്റിക് പേഷ്യൻസ് ആണെന്ന് പറയുന്നത്, 6 മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകയും കുറച്ച് വേറെ ടെസ്റ്റുകളും ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. താങ്ക് യു.